ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇപ്പം നമ്മൾ ഭഗവാന്റെ പത്നിമാർ, വിവാഹ ജീവിതം, ഇതുപോലത്തെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 16,100 രാജകുമാരിമാരും അവരുടെ പൂർവജന്മത്തിൽ യോഗികളോ അല്ലെങ്കിൽ ഭക്തരോ തപസ്വികളോ ആയിരുന്നു. ഭഗവാൻ അവരെല്ലാം സ്വീകരിച്ചു. ഭഗവാൻ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തത് ആദ്യത്തെ 8 പേരാണ്. രുക്മിണി ദേവി മഹാലക്ഷ്മി തന്നെയാണ്. രുക്മിണി ദേവി അവതരിച്ചതും ഭഗവാനെ സേവിക്കാൻ വേണ്ടി മാത്രമാണ്. രുക്മിണി ഹരണം കഥയിലേക്ക് നമ്മൾ കടക്കുന്നില്ല, കാരണം അതൊന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യത്തെ പത്നി ഭഗവാന്റെ രുക്മിണി ദേവിയും അതിൽ പ്രദ്യുമ്നൻ മകനായി ജനിച്ചു. മൂത്ത പുത്രൻ പ്രദ്യുമ്നനാണ്. രണ്ടാമത്തെ പത്നി ജാംബവതി. ജാംബവതി ഒരു മൃഗവംശത്തിൽ കരടിയുടെ ജാംബവാന്റെ പുത്രിയായിട്ടാണ് ജാംബവതി ജനിക്കുന്നത്. സത്രാജിത്ത് രാജാവിൻ്റെ കയ്യിൽ ഒരു ശമന്തകമണി ഉണ്ടായിരുന്നു. ദിവസവും 100 തോല സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു ശമന്തകമണി സത്രാജിത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ സത്രാജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അമിതമായ ഐശ്വര്യം നിനക്ക് ആപത്താണ്, മാത്രമല്ല ഈ ശമന്തകമണി എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം മരണം ഉറപ്പാണ്. ശമന്തകമണി ശരിക്കും ഒരു അനുഗ്രഹമല്ല, ഒരു ശാപമാണ് എന്ന് ഭഗവാൻ സത്രാജിത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സത്രാജിത്ത് അത് കേൾക്കാൻ തയ്യാറായില്ല. പൈസയിൽ നല്ല പണമെന്നും ചീത്തപ്പണമെന്നും 2 എണ്ണമുണ്ട്. ഇത് സ്വാമി പ്രഭുപാദർ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. പണത്തിൽ പ്രഭുപാദർ പറഞ്ഞു, ദർ ഇസ് ഗുഡ് മണി ആൻഡ് ബാഡ് മണി. പ്രഭുപാദർ ഹരേ കൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ചപ്പോൾ അന്തേവാസികളെടുത്ത് പറഞ്ഞു, ഈ ഉഗ്രകർമ്മം ചെയ്യുന്ന ആൾക്കാർ സംഭാവന ചെയ്യുന്ന പണം, അതായത് അറവശാല നടത്തുന്നവർ സംഭാവന ചെയ്താലോ, അല്ലെങ്കിൽ പാപകർമ്മങ്ങളെ കച്ചവടമായി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, അവർ സംഭാവന ചെയ്താൽ ആ പണം അന്തേവാസികളുടെ ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ആ പൈസ ഭഗവാന് പൂക്കൾ വാങ്ങിക്കാനോ ഭഗവാന്റെ നേരിട്ടുള്ള സേവനങ്ങളിൽ ഉപയോഗിക്കണം, ആശ്രമ ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ നമ്മളെല്ലാം ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനമാണെങ്കിൽ അവിടെ 2 വിഭാഗമുണ്ട്. ക്ഷേത്രവുമുണ്ട്, ആശ്രമവുമുണ്ട്. ആശ്രമത്തിലാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. ക്ഷേത്രത്തിൽ ഭഗവാനുണ്ട്. ക്ഷേത്രത്തിനും ചിലവുണ്ട്, ആശ്രമത്തിനും ചിലവുണ്ട്, അല്ലേ? ആശ്രമത്തിൽ ബൾബ് ഫ്യൂസായി, ലൈറ്റ് പോയി, ഫാന് പോയി, ഒരുപാട് ചിലവുണ്ട്. അപ്പം നമുക്ക് അതിനും പണം വേണം. അമ്പലത്തിലും പണം വേണം. പ്രഭുപാദർ വ്യക്തമായി പറഞ്ഞു, ഉഗ്രകർമ്മം ചെയ്യുന്ന ആൾക്കാർ, പാപകർമ്മങ്ങളെ തൊഴിലായി ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. അറവശാല നടത്തുക, മദ്യപാനം വിറ്റ് കാശുണ്ടാക്കുക, ചില സമയം ഇവരും സംഭാവന തരും. പക്ഷേ ആ പണത്തിനെ ആശ്രമ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല, ക്ഷേത്ര ആവശ്യത്തിന്. കാരണം ആ പൈസയിലിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആ പാപകർമ്മം നിനക്ക് ചുമക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ മാർഗവും ശുദ്ധമായിരിക്കണം ഭഗവാന്റെ സേവനത്തിൽ. സത്രാജിത്തിൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, നിനക്ക് ഈ ശമന്തകം വേണ്ട, ഇത് പോകുന്ന സ്ഥലത്തെല്ലാം പാപമുണ്ടാക്കും. ഈ ശമന്തകമണിയുടെ പ്രത്യേകത, ഒരു ദിവസം 100 തോല സ്വർണം അതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. സത്രാജിത്തിൻ്റെ മനസ്സിൽ തോന്നി,
കൃഷ്ണ ഭഗവാൻ അസൂയ കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്തൊരു ദേഷ്യമായി. പിന്നെ ഒരു ദിവസം ആ ശമന്തകമണി നഷ്ടപ്പെട്ടു. ഉടനെ സത്രാജിത്ത് പറഞ്ഞു, ഇത് കൃഷ്ണനാ മോഷ്ടിച്ചത് എന്ന് പറഞ്ഞ് ഭഗവാനെ പഴി ചൊല്ലി. ഭഗവാൻ വിചാരിച്ചു, ഇത് കൊള്ളാൻ ഞാൻ അറിയാത്ത ഒരു കാര്യം. ചില സമയം നമ്മൾ ചെയ്യാതെ തെറ്റുകൾക്ക് വേണ്ടി നമ്മളെ ആൾക്കാർ പഴി ചൊല്ലും. അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ചെയ്യാതെ തെറ്റിന് കുറ്റം കേട്ടത് ആണോ? കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷമയോടിരിക്കണം. ഞാൻ അറിഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിരുന്നാലും ഈ വേദന എനിക്ക് വന്നു, ഇത് മുൻജന്മത്തിൽ ഞാൻ ചെയ്ത കർമ്മഫലമാണ് എന്ന് വിചാരിച്ചിട്ട് ആ ചീത്ത സമയം മാറുന്നത് വരെ ശാന്തനായിരിക്കും. ഭഗവാൻ ആലോചിച്ചു, എനിക്ക് കർമ്മഫലമില്ലല്ലോ, എന്നിട്ടും ഈ സത്രാജിത്ത് എന്നെ കുറ്റം പറയുക. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് അറിയണം എന്നൊരു ആഗ്രഹം ഭഗവാനുണ്ടായി. ശാസ്ത്രം പറയുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാര്യം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുക. ഇനിയൊന്ന്, ആ വ്യക്തിക്ക് എത്ര അറിവുണ്ട് എന്ന് അളക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കും. അങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ? ഒന്ന് ഉത്തരം അറിയാൻ വേണ്ടി ചോദിക്കും. ഇനിയൊന്ന് ടീച്ചറിന് എത്ര അറിയാം എന്ന് വേണ്ടി ചോദിക്കും. ഇപ്പോൾ ചില നല്ല ചോദ്യങ്ങളുമുണ്ട്, ചില ചീത്ത ചോദ്യങ്ങളുമുണ്ട്. പണത്തിലും ചില നല്ല പണമുണ്ട്, ദോഷമായ പണമുണ്ട്. അങ്ങനെ ഭഗവാൻ അന്വേഷിച്ചു പോയി, ഈ ശമന്തകമണിക്ക് എന്താ പറ്റിയത്. പോകുന്ന വഴിക്ക് ആദ്യം സത്രാജിത്തിൻ്റെ അനിയൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഒരു സിംഹം ചത്ത് കിടക്കുന്നത് കണ്ടു. അല്പം കൂടെ പോയപ്പോൾ ജാമ്പവാൻ്റെ കുട്ടി ഈ ശമന്തകമണി വെച്ച് കളിച്ചുകൊണ്ടിരിക്കാം. ഭഗവാൻ പറഞ്ഞത് ശരിയായി, ഇതൊരു ശാപമാണ്. ഏതൊരു വസ്തുവും നമ്മുടെ ആവശ്യത്തിനധികം കയ്യിലുണ്ടെങ്കിൽ അത് കാരണം ദോഷമുണ്ടാകും. ശ്രീബുദ്ധൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, 6 മാസം നിങ്ങൾ ഉപയോഗിക്കാതെ ഒരു സാധനം കയ്യിൽ വച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞു. എത്ര പേരുടെ അലമാറയിൽ 6 മാസത്തിന് കൂടുതൽ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്? 1, 2, 3, 6 മാസമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. കുറേ പേരുടെ കയ്യിൽ. അപ്പോൾ ശ്രീബുദ്ധൻ എന്താ പറഞ്ഞത്? 6 മാസമായി ഒരു വസ്തു ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് എൻ്റെതല്ല. ശരിയാണോ തെറ്റാണോ? അത് നമുക്ക് ആവശ്യമായതല്ല. ശരിയാണോ? എന്നാലും നമ്മൾ കാലങ്ങളായി എന്നാലും സൈസ് ചെറുതായാലും കൊടുക്കത്തില്ല. എന്താണ് അവർക്കൊരു തെറ്റിദ്ധാരണ, ഞാൻ എപ്പോഴെങ്കിലും മെലിയും ഇടാം. അവർ ഒരിക്കലും മെലിയത്തുമില്ല, ഇത് ഉപയോഗിക്കാനും പറ്റത്തില്ല. അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ കുറേ സാധനം? അപ്പോൾ ഓരോരുത്തർക്കും ഒരു കോട്ടയുണ്ട്. മനോഹരമായി ഈശാവാസ്യ ഉപനിഷത്തിൽ ആദ്യത്തെ ശ്ലോകം എന്താണ്? ഈശാവാസ്യ ഉപനിഷത്തിൽ ആദ്യത്തെ ശ്ലോകം, ഈശാവാസ്യം ഇദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജിത മാഗൃത കസ്യ സ്വിദ്ധനം. അതിന് ഉപനിഷത്ത് പറയുന്ന ഉദാഹരണം, ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ചാക്കിൽ നെല്ലുണ്ടായിരുന്നു. ആ ഒരു ചാക്ക് നെല്ലുള്ളപ്പോൾ ഒരു പക്ഷി വന്ന് കുറച്ച് നെല്ലെടുത്തുകൊണ്ട് പോയി. എത്ര നെല്ല് കൊണ്ടുപോയി? ഒരു പക്ഷി വന്ന് കുറച്ച് നെല്ല് കൊണ്ടുപോയി. എത്ര കൊണ്ടുപോയി? അതിൻ്റെ ചുണ്ടിൽ കൊള്ളാവുന്നത് കൊണ്ടുപോയി. കുരങ്ങൻ വന്ന് കുറച്ചെടുത്തു. എത്ര എടുത്തു? അവൻ്റെ കയ്യിൽ കൊള്ളാവുന്നത് എടുത്തു. ഓരോ ജന്തുജീവജാലങ്ങളും അവർക്ക് ആവശ്യമുള്ളത് എടുത്തു. മനുഷ്യൻ വന്നു, എന്ത് ചെയ്തു? ചാക്കോടെ കൊണ്ടുപോയി. അയാൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾക്ക് ആർത്തി, ആവശ്യത്തിന് കൂടുതൽ ഇത് വേണം 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 എന്ന് ശേഖരിക്കുമ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് ആർക്കോ ഇല്ലാതെ ഒരു ക്ഷാമം വരുന്നുണ്ട്. ഭഗവാൻ കമ്മ്യൂണിസമാണ് പറഞ്ഞത്. ഈശാവാസ്യ ഉപനിഷത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ കമ്മ്യൂണിസമാണ് ഭഗവാൻ പറഞ്ഞത്. നിനക്ക് ആവശ്യമായത് എടുത്തോ, ഈ പ്രപഞ്ചത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നീ അടുത്തവൻ്റെയും കൂടെ എടുത്തോണ്ട് പോകല്ലേ. നിനക്കുള്ളത് നീ എടുത്തോ, എല്ലാവർക്കും കിട്ടും. ഭഗവാൻ പറഞ്ഞു, മാ കസ്യസി, എന്താണ്? മാഗൃത കസ്യസി, നീ തൊടല്ലേ, അതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞു.
ആവശ്യത്തെ. അത് തന്നെയാണ് ഭഗവാൻ സത്രാജിത്തിൻ്റെ അടുത്തും പറഞ്ഞത്, നിനക്ക് ഈ ശമന്തകമണി വേണ്ട, നിനക്ക് എന്തിനാണിത്, ഇത് ശാപമാണ്. പക്ഷെ ശമന്തകമണി കൊടുക്കാൻ തയ്യാറില്ല. അങ്ങനെ ഭഗവാൻ അന്വേഷിച്ച് പോയപ്പോൾ ജാംബവാൻ്റെ കുട്ടി ഈ മണിയും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ഭഗവാന് സന്തോഷമായി, എന്തായാലും മണി തിരിച്ചു കെട്ടി, എൻ്റെ ചീത്തപ്പേരും മാറും. ആ കുട്ടിയുടെ കയ്യിലിരുന്ന് ഈ മണി എടുത്ത സെക്കൻഡ് ആ ജാംബവാൻ്റെ കുട്ടി ഒരു നിലവിളി. ഈ ചില കുഞ്ഞുങ്ങൾ നമുക്ക് അത്ഭുതം തോന്നും, ഈ ശരീരത്തിൽ നിന്നാണ് ഇത്ര കരച്ചിലും സൗണ്ടും വരുന്നത്. ഈ കുട്ടികൾ ചിലപ്പം വിളിക്കുന്ന കണ്ടിട്ടില്ല, ഇത്രയേ ഉള്ളൂ സൈസ്, അതിൽ നിന്ന് വരുന്ന സൗണ്ടോ 10 സ്പീക്കറിൽ കേൾക്കണ പോലും. ഇതിൽ നിന്നാണ് ഇത്ര സൗണ്ട് വരുന്നത്, നമുക്കൊരു അത്ഭുതം തോന്നും. ഭഗവാൻ ചെന്ന് ശമന്തകമണി എടുത്തു, ആ കരടിക്കുട്ടി ഒരു വിളി, നിലവിളി. ഗുഹയ്ക്കകത്ത് യുഗങ്ങളായി തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാംബവാൻ, ശ്രീരാമചന്ദ്രമൂർത്തി ത്രേതായുഗത്തിൻ്റെ അവസാനത്തിൽ ഇത് ഇഹലോകം വിട്ടു പോയപ്പോൾ ജാംബവാൻ ആ വിരഹം സഹിക്കാൻ പറ്റിയില്ല. രാമ 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 എന്ന് നിരന്തരം നാമം ചൊല്ലിക്കൊണ്ടിരുന്ന ജാംബവാൻ, ഇനി പ്രഭു ഇല്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കിരിക്കും എന്ന് പറഞ്ഞ് പുറം ലോകത്തിലുള്ള ബന്ധമെല്ലാം നിഷേധിച്ചിട്ട് ജാംബവാൻ ഒരു ഗുഹയ്ക്കകത്ത് ചെന്ന് അതിനകത്ത് ജലപാനമില്ലാതെ സദാസമയം രാമ 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 എന്ന് നിരന്തരം നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോഴാ ജാംബവാൻ്റെ കുട്ടി നിലവിളിക്കുന്ന ശബ്ദം. ജാംബവാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ആരാണ് എൻ്റെ രാമനാമത്തിനെ തടസ്സപ്പെടുത്തിയത്? ജാംബവാൻ്റെ പ്രായം എത്രയാ? 3 യുഗങ്ങളായിട്ടുള്ളതാണ്. ജാംബവാൻ വാമനമൂർത്തിയെ കണ്ടിട്ടുണ്ട്, ജാംബവാൻ പരശുരാമനെ കണ്ടിട്ടുണ്ട്, ജാംബവാൻ ശ്രീരാമനെ കണ്ടിട്ടുണ്ട്, ജാംബവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ടുണ്ട്. ചിരഞ്ജീവികളിൽ ഒരാളാ ജാംബവാൻ. ഒരുപാട് കാലം ജീവിക്കും. ഹനുമാൻ ചിരഞ്ജീവി, ജനക മഹാരാജാവ് ചിരഞ്ജീവി, ജാംബവാൻ ചിരഞ്ജീവി. നകുൽ ചിരഞ്ജീവിയാണോ? അല്ല. എന്ത്? മരിക്കുമോ? എപ്പോ? 70 മരിക്കും ഉറപ്പിച്ച്. ഗുഡ് ബോയ്. 70 ഉറപ്പായിട്ട്. ഇപ്പം അതിന് മുമ്പേ മരിക്കും. അത് ശരി, എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവർ ചിരഞ്ജീവികളാണ്, ജാംബവാനും മറ്റുള്ളവരെല്ലാം. ജാംബവാൻ ഗുഹയ്ക്കകത്തിരുന്ന് നാമവും രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ കുട്ടിയുടെ വിളി. ജാംബവാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, എൻ്റെ നാമജപത്തിനെ ആരാ തടസ്സപ്പെടുത്തിയത്? ഇത്രയും യുഗം പ്രായമായതുകൊണ്ട് കണ്ണ് കാഴ്ച കുറഞ്ഞു, ചെവി കേൾക്കുന്നത് കുറഞ്ഞു. ജാംബവാൻ ഒന്നും നോക്കിയില്ല, ഗുഹയ്ക്കകത്തിരുന്ന് പുറത്തു വന്നു. കുട്ടിയുടെ അടുത്തിരുന്ന ഒരു വ്യക്തിയുടെ ഒരടി അങ്ങോട്ട് പോയി. ആരെ അടിച്ചത്? കൃഷ്ണ ഭഗവാൻ ഒരടി. ഭഗവാൻ പറയാ, സംസാരിക്കാൻ ഒന്നും സമയമില്ല. ജാംബവാൻ അങ്ങോട്ട് അടിയൊക്കെ തുടങ്ങി. ഇനി ഭഗവാന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അടി കൂടിയേ പറ്റൂ. തോളോട് തോളുകൾ ഏറ്റുമുട്ടുന്നു, ഭുജത്തോട് കൈകളോട് കൈകൾ, പർവ്വതങ്ങൾ ഇടിക്കുന്ന പോലെ ശബ്ദം. ദേവന്മാരെല്ലാം ഭയന്നിരിക്കുക. ഭഗവാൻ പറയാൻ ശ്രമിക്കുന്നു, ജാംബവാൻ എവിടെ കേൾക്കാൻ? എനിക്ക് തോന്നുന്നു ജാംബവാൻ ചെമ്പുച്ചെറിയുന്നതാണെന്ന് തോന്നുന്നു. ഒന്നും കേൾക്കാൻ തയ്യാറില്ല. ഇടിയോടെ ഇടി, അടിയോടെ അടി. നിർത്തണോ? ഹരേ കൃഷ്ണ. ജാംബവാനും ഭഗവാനും തമ്മിലുള്ള 21 ദിവസം കഴിഞ്ഞിട്ടാണ് ജാംബവാൻ ചിന്തിക്കുന്നത്, ഇതാരാ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത്? 21 ദിവസം യുദ്ധമായിരുന്നു ഭഗവാന്റെ കൂടെ. അടിക്കുന്നു, ഭഗവാൻ തിരിച്ചടിക്കുന്നു, ജാംബവാൻ അടിക്കുന്നു. പിന്നെ ഒരു സംശയം. ജാംബവാൻ ആലോചിച്ചു, ഭൂമിയിൽ ഒരാൾക്കും എൻ്റെ കൂടെ ഇത്ര ദിവസം നിൽക്കാൻ പറ്റില്ല. അപ്പം ഇത്ര ദിവസം തോൽക്കാതെ ഒരാൾ യുദ്ധം ചെയ്യണമെങ്കിൽ അത് എൻ്റെ പ്രഭു രാമനാണോ മുന്നിൽ നിൽക്കുന്നത്? 21 ദിവസം കഴിഞ്ഞ് ജാംബവാൻ ഒരു ബ്രേക്ക് എടുത്തു. ചോദിച്ചു, അങ്ങ് ആരാണ്? ഭഗവാൻ പറഞ്ഞു, ഇത് ആദ്യത്തെ ദിവസമേ ചോദിക്കേണ്ടതല്ലേ, 21 ദിവസം അടി കൂടിയിട്ടാണോ ചോദിക്കുന്നത് ആരാണെന്നുള്ളത്? ഭഗവാൻ പറഞ്ഞു, ജാംബവാൻ, ഞാൻ നിൻ്റെ പ്രഭുവാണ്. ജാംബവാൻ്റെ ശരീരമെല്ലാം വിറച്ച് കണ്ണീന്ന് ധാരധാരയായി വന്ന്, ഞാൻ പ്രാണനേക്കാളും അധികം സ്നേഹിക്കുന്ന ഭഗവാനോടാണോ ഞാൻ ഇത്ര യുദ്ധം ചെയ്തത്? സ്വയം ശപിക്കാൻ തുടങ്ങി. ഈ പാപത്തിന് എന്തെങ്കിലും പ്രായശ്ചിത്തം വേണ്ടേ എന്ന് പറഞ്ഞ് തൻ്റെ മകളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ചു, ഒരു കരടിക്കുട്ടിയെ.
പക്ഷേ ഭഗവാൻ തൊട്ട മാത്രയിൽ, സ്പർശിച്ച മാത്രയിൽ ജാംബവതി അതീവ സുന്ദരിയായി മാറും. എന്നാലും ജാംബവതി ഭഗവാനെ വിവാഹം ചെയ്ത് ദ്വാരകയിൽ ചെന്നാലും ശരി, അവിടെ ഒരു പത്നിയായിട്ടല്ല ജാംബവതി ജീവിച്ചിരുന്നത്. രാവിലെ കണ്ണ് തുറക്കും, ഭഗവാനെ നോക്കും, നോക്കിയ ഉടനെ ഭഗവാനെ ബെഡിൽ നിന്ന് തൂക്കി അങ്ങ് ജനലിൽ കൂടെ പുറത്തങ്ങ് എറിയും. ജാംബവതി അങ്ങോട്ട് ചാടി ഇറങ്ങും. 2 വേലും വാളും കുന്തം കേടയം പരിചയം ഇതൊക്കെ കൊടുത്ത് അടിയോടടിയാണ്. ഇതാണ് അവരുടെ കൊട്ടാരത്തിൽ എന്നും നടക്കുന്നത്. നിങ്ങളാരും വീട്ടിൽ ഇത് പരിശീലിക്കരുത്. ജാംബവതിയുടെ കൊട്ടാരത്തിൽ അടിയോടടി, 2 പേരും കൂടെ തൂക്കിയെടുത്ത് മറച്ചിടുക. ഒരാൾ ഇത് തന്നെ അവിടുത്തെ നിത്യലീല. അങ്ങനെ ശമന്തകമണിയും കിട്ടി, ജാംബവതിയെയും കിട്ടി. ഭഗവാൻ തിരിച്ച് സത്രാജിത്ത് രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ മണിക്കല്ലേ എനിക്ക് ചീത്തപ്പേര് കിട്ടിയത്, നീ തന്നെ വെച്ചോ. സത്രാജിത്ത് പറഞ്ഞു, ഭഗവാനെ എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ ദോഷം എനിക്ക് മനസ്സിലായി. ഇത് പോകുന്ന സ്ഥലത്തെല്ലാം ശാപമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഞാൻ ഉഗ്രസേന രാജാവിൻ്റെ അടുത്ത് കൊടുത്തോളാം. ഈ ശമന്തകമണി സൂക്ഷിക്കാനുള്ള അധികാരം എനിക്കില്ല. സത്യമാണ്. അമിതമായ പണം, അമിതമായ ആരോഗ്യം, അറിവ്, ഇതെന്ത് വന്നാലും അമിതമായാൽ ദോഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നാളെ തൊട്ട് രാവിലെ അലമാറ തുറന്ന ദിവസം അലമാറയ്ക്കകത്ത് ലക്ഷക്കണക്കിന് പൈസ കിട്ടും. വെറുതെ രാവിലെ തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് പൈസ. ഇവിടെ ആരെങ്കിലും ജോലിക്ക് പോകും? ആരും ജോലിക്ക് പോകില്ല, ഇല്ലേ? തേങ്ങ പറിക്കുന്നവർ തേങ്ങ പറിക്കില്ല, കൃഷിക്കാർ കൃഷിക്ക് പോവില്ല, കച്ചവടക്കാർ കച്ചവടത്തിൽ ഒന്നിനും പോവില്ല. പിന്നെ എന്ത് വെച്ച് തിന്നും? ചില സമയം ഈ ഉയർച്ച ഇതും ഭൂമിയുടെ ചലനത്തിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഭഗവാൻ സത്രാജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സത്രാജിത്ത്, അമിതമായ ഒന്നും തന്നെ നിനക്ക് ആവശ്യമല്ല, അത് ദോഷമാണ്. ഉടനെ സത്രാജിത്ത് അത് ആ ശമന്തകമണിയെ തിരിച്ച് ഉഗ്രസേന രാജാവിൻ്റെ അടുത്ത് കൊടുത്ത് സത്രാജിത്തും ക്ഷമാപനം ചോദിച്ചു. ഞാൻ അങ്ങയെ വെറുതെ കുറ്റം പറഞ്ഞല്ലോ ഭഗവാനെ. എന്തായാലും ജാംബവാൻ ഒരു കുട്ടിയെ സമ്മാനമായി തന്നു, ഞാനും എൻ്റെ മകളെ സമ്മാനമായി തരാമെന്ന് പറഞ്ഞിട്ട് സത്യഭാമയെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു? ഭഗവാൻ. 3ാമത്തെ പത്നി. ആദ്യമാരാ? രുക്മിണി, സെക്കൻഡ് വൈഫ് ജാംബവതി, 3ാമത്തത് സത്യഭാമ. അപ്പം സത്യഭാമയുടെ കൊട്ടാരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഭഗവാൻ യെസ് എന്ന് പറഞ്ഞാൽ സത്യഭാമ നോ എന്ന് പറയും, ഭഗവാൻ നോ എന്ന് പറഞ്ഞാൽ സത്യഭാമ യെസ് എന്ന് പറയും. എന്ത് ഭഗവാൻ പറയുന്നോ അതിന് നേരെ ഓപ്പോസിറ്റേ ആര് സംസാരിക്കുള്ളൂ? സത്യഭാമ. അത് ആ മൈക്ക് ഓഫ് ചെയ്യോ, അതാണ് എക്കോ വരുന്നത്. അത് ഓഫ് ചെയ്താണ്. ഗുഡ്, താങ്ക് യു. നീ പിന്നെ എന്തിനാ ഓൺ ചെയ്ത? അപ്പോൾ ഇത് പലരും അവരുടെ വീട്ടിൽ പരിശീലിക്കാറുണ്ട്, ഇല്ലേ? സത്യഭാമയെ പോലെ വീട്ടിൽ ഭർത്താവ് എസ് പറയുമ്പോൾ അവർ നോ പറയും, നോ പറയുമ്പോൾ അടിയോടടിയാണ്. സത്യഭാമ വാക്ക് തർക്കം അതായത് 16,108 കൊട്ടാരത്തിലും വ്യത്യസ്തമായ ലീലകളാണ്. രുക്മിണിയുടെ കൊട്ടാരത്തിൽ പോയാൽ വിനയം എന്ന് പറഞ്ഞാൽ രുക്മിണി ദേവിക്ക് അത്രമാത്രം വിനയമാണ്. ഭഗവാന്റെ പാദത്തിൽ സേവിക്കുക, ഭഗവാന് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുക, ഭഗവാനെ പൂജിക്കുക. ദ്വാരകാ കൊട്ടാരം സമുദ്രത്തിൽ പോയപ്പോൾ പത്നിമാർ പൂജിച്ച 16,000 വിഗ്രഹമാണ് ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കരയിൽ കൂടിയതും. നമ്മളിന്ന് ഗുരുവായൂരിൽ കാണുന്നതും അമ്പലപ്പുഴ ശ്രീകൃഷ്ണനും ഉടുപ്പി ശ്രീകൃഷ്ണനും അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ, ഈ എല്ലാ ഗോശാല കൃഷ്ണൻ എന്ന് പറയുന്ന അത്തര കൃഷ്ണ വിഗ്രഹങ്ങളും ഒരു കാലത്ത് ആര് പൂജിച്ചതാണ്? ദ്വാരകയിൽ ഭഗവാന്റെ പത്നിമാർ പൂജിച്ചതാണ്. കാരണം ഭഗവാൻ കൊട്ടാരത്തിൽ എല്ലാ സമയത്തും കാണത്തില്ല. പാണ്ഡവർ കാട്ടിപ്പോയി 12 കൊല്ലം, ഭഗവാനും അങ്ങോട്ട് പോയി. പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധത്തിൽ പോയി, ഭഗവാനും അങ്ങോട്ട് പോയി. എപ്പോഴും കൊട്ടാരത്തിൽ കാണത്തില്ല. അപ്പോൾ പത്നിമാർ ഭഗവാന്റെ വിഗ്രഹം വെച്ചാണ് സേവിച്ചു പൂജിച്ചുകൊണ്ടിരുന്നത്. ആ ദ്വാരക സമുദ്രത്തിൽ അപ്രത്യക്ഷമായപ്പോൾ ഈ 16,108 വിഗ്രഹവും പടിഞ്ഞാറ് വശത്ത് അങ്ങോട്ട് കൂടി. അതാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ നമ്മൾ തൊഴുന്ന വിഗ്രഹങ്ങളെല്ലാം ദ്വാരകയിൽ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളാണ്. അങ്ങനെ സത്യഭാമയെ വിവാഹം ചെയ്തു. അങ്ങനെ സത്യഭാമയെ വിവാഹം ചെയ്തപ്പോഴാണ് ഒരു ദിവസം
ഭഗവാൻ ദേവേന്ദ്രനെ കാണാൻ പോയ സമയത്ത് ദേവേന്ദ്രൻ ഒരു പാരിജാത പുഷ്പം തരുന്നത്. ഭഗവാൻ എത്ര ഭാര്യമാരാണ്? 16,100. കിട്ടിയ പൂ എത്ര പൂ കിട്ടി? ഒരു പൂ കിട്ടി. ഭഗവാൻ നേരെ കൊണ്ടുവന്ന് രുക്മിണിക്ക് സമ്മാനിച്ചു. അത് കഴിഞ്ഞ് ദ്വാരക മുഴുവനും എല്ലാ സ്ത്രീകളും സംസാരിക്കാൻ തുടങ്ങി. രുക്മിണിയുടെ സൗന്ദര്യം കണ്ടോ? പണ്ടേ മഹാസൗന്ദര്യമാണ് രുക്മിണിക്ക്. പക്ഷേ ഈ പാരിജാത പുഷ്പം കിട്ടിയതിന് ശേഷം സൗന്ദര്യം 1000 ഇരട്ടിയായി വർദ്ധിച്ചു. എല്ലാവരും രുക്മിണിയെ സ്തുതിക്കുന്നു. അത് സത്യഭാമ കേട്ടു. ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, പാരിജാത പുഷ്പം കിട്ടിയോ? ഭഗവാൻ പറഞ്ഞു കിട്ടി. എവിടെ കൊടുത്തു? രുക്മിണിക്ക് കൊടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഒരു പൂ ഒന്നും കിട്ടിയാൽ പോരാ, മൊത്തം മരവും വേണം എനിക്ക്, എൻ്റെ വീട്ടിൽ കിട്ടണം. സത്യഭാമ പറഞ്ഞതല്ലേ. വേറെ നിവൃത്തിയില്ലാതെ ഭഗവാൻ ചെന്ന് ദേവേന്ദ്രൻ്റെ അടുത്ത് യുദ്ധം ചെയ്താണ് പാരിജാത പുഷ്പം കൊണ്ടുവന്നത്. മരം, പാരിജാത മരം കൊണ്ടുവന്ന് സത്യഭാമയുടെ വീട്ടിൽ വെച്ചു. പക്ഷെ എങ്ങനെയാണ് വെച്ചത്? മരം സത്യഭാമയുടെ വീട്ടിലും പൂവെല്ലാം രുക്മിണിയുടെ വീട്ടിലും. സത്യഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അതൊരു വലിയ കഥയാണ്. ധനം കൊണ്ട് ഭഗവാനെ കീഴ്പ്പെടുത്താമെന്ന് സത്യഭാമ വിചാരിച്ചു. നാരദ മഹർഷി വന്ന് മനസ്സിലാക്കി കൊടുത്തു, ഭഗവാനെ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഹൃദയത്തിൽ ശുദ്ധമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം നാരദ മഹർഷി വന്നിട്ട് ഇവരുടെ കൂടെ ഒരു കളിയിൽ ജയിച്ച്, എന്തായിരുന്നു പന്തയം? നാരദ മഹർഷി ജയിച്ചാൽ കൃഷ്ണനെ കൊണ്ടുപോകും. സത്യഭാമ കുടുങ്ങി. നാരദ മഹർഷി പറഞ്ഞു, കൃഷ്ണൻ എനിക്കിതാ വേണം. ശരി, തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഭാരം, വെയിറ്റിന് തുല്യമായി സ്വർണം കൊടുക്കണം. ഭഗവാനെ ഒരു തട്ടിലിരുത്തി സത്യഭാമ ഉള്ള സ്വർണ്ണമെല്ലാം എടുത്തു വെച്ചു. മാത്രമല്ല മറ്റു പത്നിമാരെടുത്ത് നിന്ന് കടം മേടിച്ചും വെച്ചു. എത്ര വെച്ചിട്ടും ഭഗവാന്റെ തട്ട് ഉയരുന്നില്ല. അവസാനം രുക്മിണി ഒരു തുളസി ഇല വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അത് പൊങ്ങി. അപ്പോഴാ സത്യഭാമയ്ക്ക് മനസ്സിലായത്, ഭഗവാനെ ഒന്നുകൊണ്ടും കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഹൃദയത്തിൽ ശുദ്ധമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ. ചില സമയം നമ്മുടെ ഭക്തിയിൽ വേറെ പല വിഷയങ്ങളും കൂടെ പൊതിഞ്ഞിരിക്കും. എങ്ങനെയാണ്? ഭക്തിയും വേണം, അതിൻ്റെ കൂടെ എനിക്ക് പേരും പ്രശംസയും കിട്ടണം. ഭക്തിയും വേണം, അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പണവും വേണം. ഭക്തിയും വേണം, എന്നാൽ കുറുക്ക് വേദന മാറിക്കിട്ടുകയും വേണം. ഇങ്ങനെ പല പല കോമ്പിനേഷൻ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഭഗവാൻ എല്ലാം അനുഗ്രഹിക്കും. ഒരു ദിവസം ഇതെല്ലാം മാറി 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 മാതാ ച പിതാ ത്വമേവ ബന്ധു ച സഖാ ത്വമേവ വിദ്യാ ച ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമദേവ ദേവ എന്ന് പൂർണ്ണ ശരണാഗതി പ്രാപിക്കുമ്പോൾ ഭഗവാൻ അവർക്ക് കിട്ടും. അതിൽ സത്യഭാമയ്ക്ക് അന്ന് മനസ്സിലായി. രഘുപതി രാഘവ